ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് തേങ്ങ അരച്ച ഒരു മീൻകറിയാണേ. അപ്പോൾ അതിനായിട്ട് എടുത്ത മീൻ പാരയാണേ. അത് അത്രയ്ക്കങ്ങോട്ട് ഫ്രഷോ അല്ല മീൻ, എന്നാലും നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവോള, ഇഞ്ചി, തക്കാളി, ഇത് മൂന്നും. പിന്നെ അതുകൂടാതെ കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങയോളം ഉണ്ട്. പിന്നെ ഇതേമാതിരിയുള്ള ഉണ്ടമുളക്, നല്ല എരിവുള്ള മുളകാണേ. ഇത് ഓരോ സ്ഥലത്തും ഓരോ പേര് പറയും. ഞങ്ങൾ ഉണ്ടമുളകെന്നൊക്കെ പറയും. അപ്പോൾ അതും ഉണ്ടെങ്കിൽ കറിക്ക് നല്ല മണം വരുന്നത്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് കടുക്, പിന്നെ പെരുംജീരകം, പിന്നെ ഉലുവ, ഇത് മൂന്നും കൂടെ ഇട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടുന്ന സമയമാകുമ്പോഴത്തേന് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, ഇഞ്ചി, സവോള, ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുക. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്നുകൂടെ എളുപ്പം വഴണ്ട് കിട്ടും. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി. മുളക് പൊടി നമ്മൾ പിന്നെ കാശ്മീരി മുളക് പൊടി ആയാലും കുഴപ്പമില്ല, സാധാ മുളക് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ. ഇത് വരണ്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് ആ തേങ്ങ നന്നായിട്ട് അരച്ച് വെക്കാം. തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണേ. എന്നിട്ട് അതൊന്ന് വരണ്ട് വരുമ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളി ഇട്ട് കൊടുത്ത് പിന്നെ അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് മുളക് അരിഞ്ഞിട്ട് കൊടുക്കാം, 4ആയിട്ട് കീറിയിട്ട് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുരിങ്ങക്കായ ഉണ്ടല്ലോ, മുരിങ്ങക്കായ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇപ്പം ഞാൻ തേങ്ങ അരച്ചിട്ടത്, ഇതിൻ്റെ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. പിന്നെ മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ മാങ്ങ ഇടാം. പച്ചമാങ്ങയുടെ സമയമാണല്ലോ, പച്ചമാങ്ങ ഇടാം. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നൊരു പരുവം നമുക്ക് കിട്ടും. കുറച്ചൊരു 2-3 മിനിറ്റ് തിളച്ച് വരുമ്പോൾ. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ അവസാനം ഇട്ടാൽ മതി, കാരണം മീനിന് കൂടുതൽ വേവ് വേണ്ടല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ കുറേ നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് വെന്ത് ഉടഞ്ഞ് മീനിന് കൂടുതൽ വെന്ത് അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം തിളയ്ക്കുന്ന രീതിയിൽ മീൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേനും അത് കഴിയുമ്പോഴത്തേനും നമുക്ക് കറി ഓഫ് ചെയ്തും വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണേ. ടേസ്റ്റി ആയിട്ടുള്ള കറിയുമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.